ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ബിബിൻ ജോർജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രം കൂടലിന്റെ അണിയറ പ്രവർത്തകരും നായകനും പ്രചരണാർത്ഥം ചേലക്കരയിൽ. ബിബിൻ ജോർജ് നായകനായി അഭിനയിക്കുന്ന കൂടൽ എന്ന മലയാള ചലച്ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും നായികമാർക്കും ചേലക്കരയിൽ ഗംഭീര വരവേൽപ്പ് നൽകി. ആളുകളുടെ സംഗമമായതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലാഷൊക്കെ ഉണ്ടാവും. മനുഷ്യരാണ്, തെറ്റും ഇതൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരാളുടെ തെറ്റ് ഇപ്പൊ നമ്മൾ പറയുന്നു, ഷാരൂഖ് എന്താണ് ഇങ്ങനെ ആ പുള്ളി എന്താ നമ്മളോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച പുള്ളി ആ കുറ്റം സ്വയം ഏറ്റെടുത്തിട്ട് അയാളെ സേവ് ചെയ്യുന്ന അത്രയും നല്ല മനസ്സൊന്നും ഞാൻ വേറെ ലോകത്ത് കണ്ടിട്ടില്ല. ഇത് ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് ഷാരൂഖിയെ പറ്റി ബൂസ്റ്റ് ചെയ്ത് പറയുന്നതല്ല. അദ്ദേഹം നല്ല ടെക്നീഷ്യനാണ്. പുള്ളി പണ്ട് തുടങ്ങി പറയുന്ന, ഇപ്പോൾ ഇന്ന് ഞാൻ തൃശ്ശൂർ കോളേജിന്റെ സൈഡിൽ കൂടി വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങൾ ഇവിടെയാണ് ഇഷ്ടം ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ ഇഷ്ടത്തിലൊക്കെ നിങ്ങളുണ്ടാ? ഞാൻ അതിൽ അസിസ്റ്റായിരുന്നു. അതേപോലെ കുറേ സിനിമകൾ പഴയ, എനിക്ക് തോന്നുന്നു ജെ.സി. ദാനിയലിന്റെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു മലയാള സിനിമ ഉണ്ടാക്കാൻ. ഏജ് നല്ല ഏജ് ഉണ്ട്. പക്ഷെ ഒരു സംവിധായകൻ എന്ന രീതി, ഒരു മനുഷ്യൻ എന്ന രീതി, എപ്പോഴും സിനിമാക്കാരെ വേറെ രീതിയിലൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തതെങ്കിൽ പോലും ഒരു നല്ല മനുഷ്യനെ നല്ല കലാകാരനാകാൻ പറ്റൂ, നല്ലൊരു സംവിധായകനാകാൻ പറ്റൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഒരു സംവിധായകൻ തന്നെയാണ് നിങ്ങളുടെ നാട്ടുകാരനായ ഷാനു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇത്രയും ഞങ്ങൾ ടയേർഡായിട്ട് പോലും ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഒത്തുകൂടിയത്. ചേലക്കരയുടെ ചിരപരിചിതനായ ഷാനു കാക്കൂർ, ഷാഫി എപ്പിക്കാട് എന്നിവർ ഒരുമിച്ച് സംവിധാനം ചെയ്യുന്ന കൂടൽ എന്ന ചിത്രത്തിന്റെ പ്രചാരണാർത്ഥം ഒത്തുചേർന്നതായിരുന്നു അണിയറ പ്രവർത്തകർ ചേലക്കരയിൽ. അതിന് കൂടെ നിന്ന എൻ്റെ സുഹൃത്തുക്കൾക്കാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത്. കാരണം ഷബീറും ഇപ്പൊ ഒരുപാട് പേരിരിക്കുന്നു, ഷംസു, അനസ്, അതുപോലെ നവീൻ, ഇങ്ങനെ ശ്രീനാഥ്, ഷിബു, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്തു. ഒപ്പം നിറം ഫാബും ക്ലാസിക് ഈവൻസും. എനിക്കത് പറയണം, കാരണം ഇങ്ങനൊരു പരിപാടി വേണമെന്ന് പറഞ്ഞപ്പോൾ സൗണ്ടും ലൈറ്റും എനിക്ക് ഈ പരിപാടി നടത്താനായിട്ട് ബാബുവേട്ടൻ നീ അത് ചെയ്തോ എന്ന് പറഞ്ഞ ബാബുവേട്ടന് വലിയൊരു നന്ദി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ബാക്കി അതിൻ്റെ എന്ത് ചെലവ് വന്നാലും ഞങ്ങൾ എടുത്തോളാം എന്ന് നിറം ഫാബും എന്നോട് പറഞ്ഞത്. സിനിമയിലെ നായികമാരായ മറീന മൈക്കിൾ കുരിശിങ്കൽ, റിയ വർഗീസ്, അനു സനാര എന്നിവരും സംഗീതം നൽകിയിട്ടുള്ള ആൽബിൻ ജോസഫ്, നിഖിൽ കുമാർ, പ്രസാദ് എന്നിവരും എത്തിച്ചേർന്നിരുന്നു. വലിയ സന്തോഷം എന്ന് പറയുന്നത്, നമ്മുടെ കൂടൽ എന്ന സിനിമയ്ക്ക് 2 ഡയറക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ഷാഫി എപ്പിക്കാട് എന്ന് പറയുന്ന ഷാഫിക്കും നിങ്ങളുടെ സ്വന്തം മുത്തായ ഷാനുക്കും, രണ്ടുപേരും ചേർന്നാണ് കൂടൽ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു പാർട്ടായിട്ട് നല്ല അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഷാനുക്കയുടെ ഈ നാടകത്തിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം. ഞങ്ങൾക്ക് എത്രയും പ്രിയപ്പെട്ടതാണോ കൂടൽ എന്ന സിനിമ, അതേപോലെ തന്നെ നിങ്ങളും ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ജൂണിൽ സിനിമ റിലീസാകുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിച്ച് കാണുമെന്നറിയാം. എന്നാലും എൻ്റെ സൈഡിൽ നിന്ന് പറയാണ്, എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, വിജയിപ്പിക്കണം. പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ഇവരാരും എന്നെ ഒരു സെക്കൻഡിൽ പോലും പുതിയൊരാളാണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ടില്ല. എല്ലാവരും ഇപ്പോൾ ബിരിഞ്ചാണെങ്കിലും ഷാനിക്കാണെങ്കിലും ഷാഫിക്കാണെങ്കിലും പക്കാണെങ്കിലും സ്വന്തം അങ്ങനെ പോലെയാണ്. ഇത്രയും നാൾ അവരുടെ റൂമിലേക്ക് ഷാനുക്ക ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷാനുക്ക കഴിച്ചിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കും. നമ്മൾ ഷാനുക്ക എന്നാണ് ഷാനുക്കനെ വിളിക്കുന്നത്. അത്രയും കെയർ ചെയ്തിട്ടാണ് എല്ലാവരും, നിങ്ങളുടെ നാട്ടുകാരനാണ്, അത്രയും കെയർ ചെയ്തിട്ടാണ് നമ്മുടെ ക്രൂവിനോട് എല്ലാവരും ഷാനുക്ക വന്നത്. അതുപോലെ തന്നെ ഷാഫിക്കാണെങ്കിലും ആദ്യം മുതൽ ഞാൻ ഫസ്റ്റ് ഡേ കണ്ടത് മുതൽ ഇവരെല്ലാവരും തന്നെ കെയർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ബിപിൻ ചേട്ടൻ വേദിയായിരുന്നു. കാരണം ഞങ്ങളുടെ സ്വന്തം ഡയറക്ടറായ ഷാരൂഖാന്റെ നാട്ടിൽ തന്നെ ഇങ്ങനെയൊരു വേദി ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് ആദ്യം തന്നെ ഇതിൻ്റെ സംഘാടകരോട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങൾ 4 നായകന്മാരാണ്, തുല്യ കഥാപാത്രം ആയിട്ടുള്ള 4 നായകന്മാരാണ് ഇതിലുള്ളത്. അതിലൊരാളാണ് ഞാൻ. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം നിങ്ങളുടെ സ്വന്തം ഷാരൂഖാന്റെ ഞങ്ങളുടെ ഡയറക്ടറും കൂടെ ഷാരൂഖാന്റെ ഒരു കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. 2 പേരുടെ കഴിവ് തെളിയിച്ചിട്ടാണ്. നിങ്ങളുടെ നാട്ടുകാരനും
നിങ്ങളുടെ നാട്ടുകാരനല്ലാത്ത ഒരാളും കൂടിയുണ്ട്, ഷാഫിക്കയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണിത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നിങ്ങളെല്ലാവരും കണ്ട് അഭിപ്രായം പറയണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബിപിൻ ജോർജിന്റെ ഒരു ഗാനവും നിഖിലിന്റെ ഒരു ഗാനവും ജനങ്ങൾക്ക് വേണ്ടി അവർ ആലപിച്ചു. മെല്ലയൊന്ന് പുൽകാൻ വണ്ട് കൂടെ വന്നതല്ലേ, കണ്ട നാള് തൊട്ടേ പെണ്ണിക്കരളിനുള്ളിലല്ലേ, കനവിലെന്നുമെന്നും നിന്റെ ചാരി വന്നിടില്ലേ, അയാളിലിങ്ങള പുഞ്ചിരിയാലെ പുഞ്ചിടുന്ന പെണ്ണേ. കൂടാതെ ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, 21ാം വാർഡ് മെമ്പർ T ഗോപാലകൃഷ്ണൻ എന്നിവരും മുഖ്യാതിഥികളായി പങ്കെടുത്തു. നിറം ഫാബ്രിക് സംഘടിപ്പിച്ചതായിരുന്നു പരിപാടി. അതും പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തുകാരായ ഒരാള് ഒരു സിനിമ എന്ന ആ മേഖലയിലേക്ക് എത്തിപ്പെടാൻ ഉണ്ടായിട്ടുള്ള വിഷമതകളെല്ലാം തന്നെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സിനിമ അതിൻ്റെ റിലീസിന് മുൻപ് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൽ അഭിനയിക്കുന്ന ആളുകളെല്ലാം തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുക, അതും നമ്മുടെ ചേലക്കരക്കാരനായ ഷാനുവിലൂടെ. തീർച്ചയായിട്ടും കൂടൽ എന്ന ഈ സിനിമ എത്ര സിനിമ നമ്മൾ ചെയ്യുന്നതോ എന്നല്ല, ഒരു സിനിമയാണെങ്കിലും അതിലായിരിക്കും അവരുടെ വിജയം ഉണ്ടാവുക. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരുടെയും ഒരു ഇതായിരുന്നു. അപ്പോൾ അതിനപ്പുറം ഞങ്ങളിപ്പോൾ ടെക്നീഷ്യൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ വർക്കുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സംവിധാനം എന്ന് പറയുന്നത് അത് അവർക്ക് അത് മാത്രം അത് ചോര നീരാക്കിക്കൊണ്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഫൈനൽ ഒരു ഇതാണ് ജൂൺ 20 അടുത്ത വെള്ളിയാഴ്ച. സന്തോഷമുണ്ട്. ഞങ്ങളുടെ സാരഥിയായ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഡ്രൈവർ ഷാനു വിളിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം വിളിക്കുന്നു പറഞ്ഞു. അപ്പം അത് ഷാനാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പരിചയപ്പെട്ടു, സംസാരിച്ചു, ഈ പരിപാടിയിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചു. അപ്പോൾ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനും ഈ ആദരം ഏറ്റുവാങ്ങുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കലാകാരന്മാരെ നമ്മുടെ സ്വന്തം ചേലക്കരയുടെ. ന്യൂസ് ഡെസ്ക് CCV.